ഹലോ ഹാക്കേഴ്സ്, പ്രണവാണ്. അപ്പം നമ്മൾ ഈ ഒരു SQL ഇഞ്ചക്ഷൻ സീരീസിൻ്റെ രണ്ടാമത്തെ ലാബ് ചെയ്യാൻ പോവാണ്. അപ്പം ഈ ഒരു ലാബിൻ്റെ പേര് SQL ഇഞ്ചക്ഷൻ വാൾനറബിലിറ്റി അലോവിങ് ലോഗിൻ ബൈപാസ്. അപ്പം ഇതിൻ്റെ ടാസ്ക് എന്ന് പറയുമ്പം വളരെ സിമ്പിളാണ്. നമ്മുടെ ഈ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞൊരു യൂസറുണ്ട്, ലോഗിൻ പേജ് ഉണ്ട്. ആ ലോഗിൻ പേജിലാണ് വാൾനറബിലിറ്റി ഉള്ളത്. നമ്മളത് ബൈപ്പാസ് ചെയ്തിട്ട് ആ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ യൂസറായിട്ട് കയറണം. അതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി ഇവിടെ ആക്സസ് ചെയ്തിട്ടുണ്ട് ലാബ്. ഇവിടെ ഓപ്ഷൻ നമ്മുടെ കഴിഞ്ഞ ലാബ് പോലെ തന്നെ, പക്ഷേ ഒരൊറ്റ ഓപ്ഷൻ മൈ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഏറെക്കുറെ സെയിം തന്നെയാണ്. വ്യൂ ഡീറ്റെയിൽസ് ഉണ്ട്, ഓരോ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടുള്ളത്, പിന്നെ ഹോം പേജ് ഉണ്ട്. മൈ അക്കൗണ്ട് എടുക്കാം. നമുക്ക് ഡിലേ ആക്കണം. നമുക്ക് ഓൾറെഡി അറിയാമല്ലോ ഇവിടെയാണ് വൾനറബിലിറ്റി എന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാന്ന് വെച്ചാൽ ഒരു യൂസറിൻ്റെ പേരടിക്കാം, പാസ്വേഡ് അടിക്കാം, ലോഗിൻ അടിക്കാം. അപ്പം നമുക്ക് അത് കറക്റ്റായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ലോഗിൻ ആകും. പക്ഷേ നമുക്ക് യൂസർ നെയിം മാത്രമേ അറിയത്തുള്ളൂ, പാസ്വേഡ് അറിയില്ല. അപ്പം യൂസർ നെയിം അറിയാവുന്നതുകൊണ്ട് മാത്രം നമുക്ക് ഒരിടത്ത് ലോഗിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് ആ ഒരു SQL ഇഞ്ചക്ഷൻ വാൾനറബിലിറ്റി യൂസ് ചെയ്തിട്ട് അത് എങ്ങനെ ബൈപ്പാസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് കൊടുക്കാം. അതിനു മുമ്പ് ഇതിൻ്റെ ആ ഒരു നമ്മൾ ഈ ഒരു ഡീറ്റെയിൽസ് ഇവിടെ അടിച്ച് കഴിയുമ്പോൾ അത് സെർവർ എത്തിയിട്ട് ഒരു SQL ക്വറിയിലോട്ട് മാറും. എന്നിട്ടാണ് ഇത് ഡാറ്റാബേസിലേക്ക് എത്തുന്നതെന്ന് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി SQL ഇഞ്ചക്ഷനെ പറ്റി അറിയാവുന്നവർക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു അസംഷൻ നമുക്ക് എടുക്കാം. എങ്ങനെ ആയിരിക്കും ആ ഒരു SQL ക്വറി ഇരിക്കുന്നതെന്ന്. ഇത് ഇതുപോലെ ആയിരിക്കണമെന്നൊരു നിർബന്ധമില്ല, നമുക്ക് ജസ്റ്റ് ഒരു മനസ്സിലാവാനായിട്ട് നമ്മൾ ചെയ്യുവാണേ. സെലക്ട് സ്റ്റാർ ആയിരിക്കില്ല, ബട്ട് സ്റ്റാർ എടുക്കാം നമുക്ക്. പ്രൊഫൈൽ വേർ യൂസർ ഈസ് ഈക്വൽ ടു നമ്മൾ അടിക്കുന്ന യൂസർ നെയിം ആൻഡ് ആകട്ടെ ഇവിടെ വരുന്നത് പാസ്വേഡ് ഈക്വൽ ടു ആൻഡ്. എങ്ങനെ വന്നു എന്ന് നമുക്ക് അറിയാവുന്നതെന്ന് വെച്ചാൽ ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ് മാത്രം കൊടുത്താൽ വർക്കൗട്ട് ആകില്ല. പാസ്വേഡ് നമുക്ക് വേണം. അത് ഇതുകൊണ്ട് മാത്രം നമുക്ക് പാസ്വേഡ് ഇല്ലാതെ വർക്ക് ആകില്ല. അതുകൊണ്ട് നമുക്കറിയാം ആൻഡ് ആയിരിക്കും അവിടെ യൂസ് ചെയ്തതെന്ന്. അപ്പം ആൻഡ് യൂസ് ചെയ്ത് എന്താ ലോജിക്കൽ ഓപ്പറേറ്റർ ആൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൻഡിന് ലെഫ്റ്റ് സൈഡിലുള്ളതും ട്രൂ ആയിരിക്കണം, റൈറ്റ് സൈഡിലുള്ളതും ട്രൂ ആയിരിക്കണം. അതായത് ഈ ഒരു യൂസർ എന്ന് പറഞ്ഞിട്ടുള്ളതും ഉണ്ടായിരിക്കണം ആ ഒരു ഏതെങ്കിലും ഒരു റോയിൽ. അതേപോലെ ആ യൂസറിന് പാസ്വേഡ് നമ്മൾ അടിക്കുന്നത് കറക്റ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആ പ്രൊഫൈലുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ യൂസർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ് വരും. ഓക്കെ, അങ്ങനെ വരും. പാസ്വേഡ് നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുമ്പം ഇത്രയും ഭാഗം, ഈ ഒരു ആൻഡ് മുതലുള്ള ഇത്രയും ഭാഗം വാല്യൂ ഇല്ലാത്ത രീതിയിലാക്കണം. അതെങ്ങനെ ആക്കാമെന്ന് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം. എന്താണ്, സിമ്പിളാണ്. ഇവിടെ ഒരു കമൻറ്റ് വന്നാൽ മതി. ഇവിടെ ഒരു കമൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ തന്നെ ഈ ഒരു ഭാഗം ഓക്കെ ഉള്ളതും ഇല്ലാത്തതും ഒരേപോലാണ്, വലിയ പ്രാധാന്യം ഇല്ലാത്ത രീതിയിലാവും. അങ്ങനെ ഇല്ല എങ്കിൽ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏത് കമൻറ്റ് വന്നു കഴിഞ്ഞാൽ. പക്ഷേ ഇവിടുത്തെ പ്രശ്നവും കഴിഞ്ഞ വീഡിയോയുടെ സെയിം തന്നെ. നമ്മളിവിടെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് കൊടുത്തു കമൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് ഈ സ്ട്രിങ്ങിനകത്തായിരിക്കും വരുന്നത്. ഓക്കെ, അതായത് ഈ സ്ട്രിങ്ങിനകത്ത് ഇങ്ങനെ വരും. അപ്പോൾ എന്തോ പ്രശ്നം, ഈ ഒരു യൂസർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ ഒരു യൂസർ ഇല്ല. അഡ്മിനിസ്ട്രേറ്റർ എന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റർ ഹൈഫൺ എന്ന് പറഞ്ഞിട്ടുള്ള യൂസർ ഇല്ല. എറർ അടിക്കും, കാരണം വർക്കൗട്ട് ആകില്ല. നമുക്ക് ഈ ഒരു ഹൈഫൺ ഇവിടെ വെളിയിൽ വരണം. അതായത് ഈ ഒരു സ്ട്രിങ്ങിന് വെളിയിൽ വരണം. എന്നിട്ട് പോയാൽ മാത്രമേ ഇത് വർക്കൗട്ട് ആകൂ. നമുക്കത് എങ്ങനെ വർക്കൗട്ട് ആക്കാൻ പറ്റും? വളരെ സിമ്പിളാണ്. ഇവിടെയും കൂടി നമ്മളൊരു സ്ട്രിങ്, അത് സ്ട്രിങ് മീൻസ് ഒരു ഡബിൾ കോട്ടോ അല്ലെങ്കിൽ സിംഗിൾ കോട്ടോ നമുക്ക് വർക്കാകുന്ന വെച്ചെടുക്കാം. അപ്പം നമ്മൾ ഡബിൾ കോട്ട് കൊടുക്കുന്നു, അല്ലാണ്ട് സിംഗിൾ കോട്ട് കൊടുക്കുന്നു. അപ്പം ഇവിടെ ഇതിൽ സിംഗിൾ കോട്ട് ആക്കാവേ. ഓക്കെ, നമ്മളിവിടെ സിംഗിൾ കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇവിടെ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അതായത് ഈ ഒരു ശരിക്കും പറഞ്ഞാൽ തന്നെയുണ്ടോ, ഇതിന് നടുക്കോട്ടാണ് വരുന്നത്. ഇത് നടുക്കോട്ട് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരെണ്ണമായി. ഇതിൻ്റെ സെയിം, ഇതെന്താണോ ഉദ്ദേശം, എന്താണ് ചെയ്യുന്നത് അതിന് ഈ സംഭവം ചെയ്യും. ഈ ഒരു സിംഗിൾ കോട്ട് ചെയ്യും. അതായത് ഇതൊരു എണ്ണമായി. ചെക്ക് ചെയ്യും ഈ യൂസർ ഉണ്ടോയെന്ന്. കറക്റ്റാണ്, ഉണ്ട്. ഇവിടെ കമൻറ്റ് വന്നു. അതായത് ഇത് ഇനി ഇങ്ങോട്ടുള്ളതൊന്നും എടുക്കില്ല. ഈ ഒരു സിംഗിൾ കോട്ട് മുതലുള്ള ഒന്നും ഇതിനി വാല്യൂ ഇല്ലാത്ത രീതി, ഇത് ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ ആക്കി. മനസ്സിലായോ? ഇത് ഫിൽറ്റർ ചെയ്യാത്തത് കൊണ്ടാണ് ഇത് പോസിബിൾ, അല്ലെങ്കിൽ ഇത് നടക്കത്തില്ല. ഒന്നുകൂടെ ഞാൻ സിമ്പിളായിട്ട് പറയാം. ഈ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു കോഡിനിടയിലായിട്ടാണ് നമ്മൾ ഇത് വരുന്നത്. അങ്ങനെ ഈ കോട്ടിൻ്റെ ഉദ്ദേശം, ഈ കോട്ട് എന്താണോ ചെയ്തത്, എൻഡ് ഇതിൻ്റെ ഈ ഒരു നമ്മൾ കൊടുത്തത് എന്താണോ അതിൻ്റെ എൻഡാണ് ഈ ഒരു കോട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ കോട്ട് പറയുന്നത് ഇവിടെ കൊണ്ട് തീർന്നു എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് പകരം നമ്മൾ അതിനെ ഇതാക്കി, നമ്മൾ അടിച്ചു കൊടുത്ത കോട്ട് തന്നെ പറയും ഇതോടെ പരിപാടി കഴിഞ്ഞു, ഇനി വരുന്നതെല്ലാം SQL കമാൻഡ് ആണെന്നുള്ള രീതിയിൽ.
അപ്പോൾ ഇത് രണ്ടും എന്താ, ഇത് കമാൻഡിനെ കാണിക്കും. കമാൻഡ് എന്ന് പറയുമ്പോൾ SQL ജസ്റ്റ് അതുകൊണ്ട് അത് എക്സിക്യൂട്ട് ആകത്തില്ല, ആ രീതി നമ്മൾ ആക്കി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇനി നമുക്കിത് വർക്കൗട്ട് ആകുമെന്ന് നോക്കണ്ടേ, നമുക്ക് നോക്കാം. അഡ്മിനിസ്ട്രേറ്റർ ഇത് കൊടുത്തു. ഇനി ഒരു ജസ്റ്റ് എന്തെങ്കിലും ഒരു പാസ്വേഡ് ആണ്, അതിന് വാലിഡിറ്റി ഇല്ല, അതില്ലാത്ത രീതി, അത് നോക്കത്തില്ല. ആകെ യൂസർ നെയിം മാത്രമേ നോക്കുന്ന രീതി നമ്മൾ ആക്കിയിട്ടുണ്ട്. ലോഗിൻ, വർക്കൗട്ടായി, നമ്മൾ ആ ടാസ്ക് ഫിനിഷ് ചെയ്തു. അപ്പം ഇതുപോലത്തെ ഇനിയും നമ്മൾ വീഡിയോസ് ചെയ്യും. അടുത്ത ലാബ് വരുന്നുണ്ട്, 3rd ലാബ്. ഈ ലാബൊക്കെ വളരെ എളുപ്പമായിരുന്നു. ഇനിയും ലാബുകളുടെ അതായത് ലെവൽ കൂടും. 4th ഉം 5th ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് ടാസ്ക് ഇച്ചിരി ടൈം കൂടും, വീഡിയോയുടെ ലെങ്തും കൂടും, അതേപോലെ തന്നെ ചെയ്യാനുള്ള സമയവും കൂടും. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കേട്ടോ. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് തീർക്കാം. പക്ഷേ എനിക്ക് ആ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇനിയും CTFs അല്ലെങ്കിൽ ലൈവ് ബഗ് ബൗണ്ടീസ് അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യാൻ പ്ലാനുണ്ട്. സോ ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ ഫോളോ ചെയ്യുക.